അധ്യായം 28 15 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ന്യായവിധിയുടെ ഉരസ്ത്രാണം ചിത്രപ്പണികളോടെ നിർമ്മിക്കണം. അത് എഫോദ് എന്ന പോലെ സ്വർണ്ണനൂൽ, നീലം, ധൂമ്രം, കടും ചെമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ, നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്. അത് സമചതുരത്തിൽ 2 മടക്കുള്ളതായിരിക്കണം. അതിന് 1 ചാൺ നീളവും 1 ചാൺ വീതിയും വേണം. അതിനുമേൽ 4 നിര രത്നങ്ങൾ പതിക്കണം. ആദ്യത്തെ നിരയിൽ മാണിക്യം, പുഷ്യരാഗം, വൈഡൂര്യം. രണ്ടാമത്തെ നിരയിൽ മരതകം, ഇന്ദ്രനീലം, വജ്രം. മൂന്നാമത്തെ നിരയിൽ പവിഴം, ചന്ദ്രകാന്തം, സൗഗന്ധികം. നാലാമത്തെ നിരയിൽ പത്മരാഗം, ഗോമേതകം, സൂര്യകാന്തം. രത്നങ്ങളെല്ലാം സ്വർണ്ണ തകിടിലാണ് പതിക്കേണ്ടത്. ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് 12 രത്നങ്ങൾ ഉണ്ടായിരിക്കണം. ഓരോ ഗോത്രത്തിൻ്റെയും പേര് ഓരോ രത്നത്തിലും മുദ്ര പോലെ കൊത്തിയിരിക്കണം. ഉരസ്ത്രാണത്തിനു വേണ്ടി തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത തുടലുകൾ പണിയണം. സ്വർണം കൊണ്ട് 2 വളയങ്ങൾ നിർമ്മിച്ച് ഉരസ്ത്രാണത്തിൻ്റെ മുകളിലത്തെ 2 മൂലകളിൽ ഘടിപ്പിക്കണം. ഉരസ്ത്രാണത്തിൻ്റെ മൂലകളിലുള്ള 2 വളയങ്ങളിലൂടെ 2 സ്വർണ്ണ തുടലുകൾ ഇടണം. തുടലുകളുടെ മറ്റേ അറ്റങ്ങൾ രത്നം പതിച്ച സ്വർണ്ണ തകിടുകളിൽ ഘടിപ്പിച്ച എഫോദിൻ്റെ തോൾവാറിൻ്റെ മുൻഭാഗവുമായി ബന്ധിക്കണം. 2 സ്വർണ്ണ വളയങ്ങൾ പണിത് അവ ഉരസ്ത്രാണത്തിൻ്റെ താഴത്തെ കോണുകളിൽ അവയുടെ ഉൾഭാഗത്ത് എഫോദിനോട് ചേർത്ത് ബന്ധിക്കണം. 2 സ്വർണ്ണ വളയങ്ങൾ കൂടി നിർമ്മിച്ച് അവ എഫോദിൻ്റെ തോൾവാറുകളുടെ താഴത്തെ അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അവയുടെ തുന്നലിനോടടുത്ത് എഫോദിൻ്റെ അലംകൃതമായ അരപ്പട്ടയ്ക്ക് മുകളിലായി ബന്ധിക്കണം. ഉരസ്ത്രാണത്തിൻ്റെയും എഫോദിൻ്റെയും വളയങ്ങൾ ഒരു നീല ചരട് കൊണ്ട് ബന്ധിക്കണം. അപ്പോൾ ഉരസ്ത്രാണം എഫോദിൻ്റെ അലംകൃതമായ അരപ്പട്ടയ്ക്ക് മുകളിൽ നിന്ന് ഇളകിപ്പോവുകയില്ല. അഹറോൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തിയിട്ടുള്ള ന്യായവിധിയുടെ ഉരസ്ത്രാണം ധരിക്കണം. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ അവർ നിരന്തരം സ്മരിക്കപ്പെടും. ന്യായവിധിയുടെ ഉരസ്ത്രാണത്തിൽ ഉറീം, തുമ്മീം എന്നിവ നിക്ഷേപിക്കുക. അഹറോൻ കർത്താവിൻ്റെ മുൻപിൽ പ്രവേശിക്കുമ്പോൾ അവ അവൻ്റെ മാറിലുണ്ടായിരിക്കണം. അങ്ങനെ അഹറോൻ തൻ്റെ മാറിൽ ഇസ്രായേലിൻ്റെ ന്യായവിധി കർത്താവിൻ്റെ സന്നിധിയിൽ നിരന്തരം വഹിക്കട്ടെ. കർത്താവിൻ്റെ വചനം.